ഹായ് ഡിയേഴ്സ്, ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ അടിയിൽ വന്നിട്ട് പഴത്തിൻ്റെ സ്നാക്ക് കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാനിതാ പഴത്തിൻ്റെ സ്നാക്കുമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റുമേ. അതിനായിട്ട് 2 പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. റൈസിൻസ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കുക. പഴം ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് തൊലിയൊക്കെ കറുത്ത് തുടങ്ങിയ പഴമാണെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടും. ഞാനിവിടെ ഈ പഴം ഒന്ന് ഉടച്ചെടുക്കാനായിട്ട് പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ നടക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് കരുതി, നമ്മുടെ വജ്രായുധം അങ്ങ് പുറത്തെടുത്തു. അതിനു മുൻപ് കുറച്ച് ഏലക്കാപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 4 ഏലക്കായ വരെ കുരു ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇതാണ് നമ്മുടെ വജ്രായുധം. അവനെ എടുത്തങ്ങ് പ്രയോഗിച്ചു. പൊട്ടറ്റോ സ്മാഷർ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടിക്കോട്ടെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഫ്രഷായിട്ട് ചിരകിയ തേങ്ങയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആയാലും മതിയാകും. ഒരു 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതിയാകും. വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുകയും വേണം. പിന്നെ ബെൽ ബട്ടൺ അമർത്താൻ മറന്നു പോകരുത്. അതിലെ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര വേണമെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയാണ് ചേർക്കുന്നത്. അത് തന്നെ കറക്റ്റ് മധുരമാണ്. കാരണം ഈ പഴം നല്ല മധുരമുണ്ട്. ഈ ശർക്കരപ്പാനിയും കൂടെ ചേർത്തിട്ട് അത് യോജിപ്പിച്ചെടുക്കുക. ശർക്കരപ്പാനി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിംഗ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമേ നമുക്കിതൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചെറുതായിട്ട് അതൊന്ന് പരത്തി വെച്ച് കൊടുക്കാം. ആ ഒരു വലിയ ചൂടൊന്ന് കുറഞ്ഞു കിട്ടിയപ്പോൾ അതിലേക്കൊരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ഗോതമ്പ് പൊടി ഒരു 1-2 തവണയായിട്ട് ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. നല്ല ചൂടാണെങ്കിൽ കൈ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം കുറേശ്ശെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ്. 1/4 കപ്പ് പൊടി തന്നെ ഇതിന് കറക്റ്റായിരുന്നു. ചിലപ്പോൾ ആ പഴത്തിൻ്റെ ആ ഒരു വെള്ളം നനവൊക്കെ അനുസരിച്ച് 1/4 കപ്പിൽ കുറച്ച് മതിയാകും. അത് നിങ്ങൾ നോക്കി ചേർക്കുക. ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റിയൊരു പരുവമാണ് വേണ്ടത്. ഇനി നമ്മുടെ കയ്യിൽ രണ്ടും നന്നായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് ഒരു നാരങ്ങ വലിപ്പത്തിനുള്ള ബോൾസ് എടുത്ത് ക്രാക്കൊന്നും ഇല്ലാണ്ട് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുമ്പോൾ അത് ക്രാക്കൊന്നും ഇല്ലാണ്ട് കിട്ടും. എനിക്ക് ഈ ഒരു അളവിൽ 9 മീഡിയം സൈസ് ബോൾസാണ് കിട്ടിയത്. ഒരു കുഞ്ഞു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള 9 എണ്ണമാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ അപ്പോൾ തന്നെ ഒരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഈ ബോൾസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഒന്ന് ആവി കയറി കിട്ടുമ്പോഴേക്കും നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ഒട്ടുന്നത് പോലെ തോന്നുമെങ്കിലും ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. നമ്മുടെ സ്നാക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണ്. ഞാനിതിൽ ഓരോ കഷ്ണം മുറിക്കുന്നതും പെട്ടെന്ന് ഇത് കയ്യിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് കണ്ടില്ലേ. ഓരോരുത്തരായിട്ട് വന്നിട്ട് അതിൻ്റെ ടേസ്റ്റ് നോക്കി പോകുന്നതാണ്. അടിപൊളി ഒരു സ്നാക്കായിരുന്നു. എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.